നമസ്കാരം. ഇന്ന് മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലും വാർത്താ പ്രാധാന്യത്തോടുകൂടി നിറഞ്ഞു നിൽക്കുന്നത് തൃക്കാക്കര MLA ഉമാ തോമസ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ കെട്ടിയുയർത്തിയ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണ് ഗുരുതരമായി റിണൈ ആശുപത്രിയിൽ കഴിയുന്ന ആ വാർത്ത തന്നെയാണ്. എന്താണ് ഉമാ തോമസിന് അത്തരത്തിൽ ഒരു ദുര്യോഗം ഉണ്ടാകാൻ എന്നുള്ള കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. വയനാട്ടിലുള്ള മൃദംഗ വിഷൻ എന്ന ഒരു സാംസ്കാരിക സ്ഥാപനം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മൃദംഗനാദം എന്ന പരിപാടിയാണ് ഒച്ചപ്പാടുകൾക്കും കോളിളക്കങ്ങൾക്കും വഴിവെച്ചത്. യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോളും പാലിക്കാതെ സംഘാടകരും ഈവന്റ് മാനേജ്മെന്റും അവർക്ക് തോന്നിയതുപോലെ കൊച്ചുകുട്ടികൾ കൊച്ചുപുരയുണ്ടാക്കി കളിവീടുണ്ടാക്കി കളിക്കുന്ന അത്ര ലാഘവത്തോടു കൂടിയാണ് MLAയും മന്ത്രിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് VIP-കളും പങ്കെടുക്കുന്ന ചടങ്ങിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തത്, വേദി അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചത്. ഉമാ തോമസ് ഏതാണ്ട് 15 അടി മുകളിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ സാധിക്കും, യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാതെയാണ് അത്തരത്തിൽ ഒരു വേദി 15 അടി മുകളിൽ കെട്ടി ഉയർത്തിയതും. അതിൻ്റെ മുൻനിരയിൽ, അതായത് കസേരകൾ ഇട്ടതിന് ശേഷം ആർക്കെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇട്ടിരുന്ന ചെറിയ ഒരു പാസേജിലൂടെയാണ് ഉമാ തോമസ് നടക്കുകയും മറ്റൊരു സ്ത്രീക്ക് വഴി കൊടുക്കുന്നതിനിടയിലാണ് കാല് തെറ്റി താഴേക്ക് വീഴുന്നത്. എന്നാൽ അവിടെ കൃത്യമായ ഒരു ഇരുമ്പിൻ്റെയോ മറ്റേതെങ്കിലും ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ബാരിക്കേഡ് കൂടി നിർമ്മിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഉമാ തോമസ് താഴെ വീഴുകയില്ലായിരുന്നു. വെറും റിബൺ കൊണ്ട് നിർമ്മിച്ച ഒരു ബാരിക്കേഡായിരുന്നു. മാത്രമല്ല ആ കസേരയും ഈ റിബൺ ബാരിക്കേഡും തമ്മിൽ കേവലം 1.5 അടി അല്ലെങ്കിൽ 2 അടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കഷ്ടി അതിലൂടെ നടന്നു പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരാൾക്ക് ഒന്ന് കാലിടറിയാൽ അയാൾ താഴെ വീഴും എന്നുള്ളത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് സംഘാടകർക്ക് അല്ലെങ്കിൽ സ്റ്റേജ് നിർമ്മിച്ച ഈവന്റ് മാനേജ്മെന്റിന് സാധിക്കാതെ പോയത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ജാഗ്രത കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. MLAയും മന്ത്രിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും GCDA ചെയർമാനും ഉൾപ്പെടെ നിരവധി കലാകാരന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു വേദിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും MLAയും മന്ത്രിയെയും കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടി ഉയർത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംശയം. അതായത് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ബാരിക്കേഡിന് മുകളിൽ പലക നിരത്തി കയർ വലിച്ചു കെട്ടിയാണ് താൽക്കാലികമായി ഇങ്ങനെ ഒരു പവലിയൻ ഉയർത്തിയത് എന്ന് പറയുമ്പോൾ എത്രത്തോളം അനാസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ പറ്റില്ല. ഇവിടെ പോലീസ് പറയുന്നത് സ്വകാര്യ ചടങ്ങുകൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ പോലീസ് ഇടപെടാറില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും കുസാറ്റിൻ്റെ പരിപാടിയിലുമെല്ലാം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് നാം കണ്ടത് തന്നെയാണ്. എന്നിട്ടും കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗേറ്റ് മാത്രമാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി തുറന്നു വച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു അത്യാഹിതം പരിപാടിക്കിടയിൽ ഗ്രൗണ്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തിങ്ങിക്കൂടിയ കാണികളും കലാകാരന്മാരും മന്ത്രിയും MLAയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് വിധേന രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നില്ല. ഇത് വലിയ വീഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പിന്നിൽ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള VIP-കൾ വരുമ്പോൾ അവരെ അപായപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി സംഘാടകർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ബാരിക്കേഡിന് മുകളിൽ കുറുകെ പലക നിരത്തി കയർ വലിച്ചു കെട്ടി ഉണ്ടാക്കിയ ഈ സ്റ്റേജ് എന്തുകൊണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെടാതെ പോയത്? എന്തുകൊണ്ടാണ് GCDA ഇത് കൃത്യമായി പരിശോധിക്കാതിരുന്നത്? GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം എന്തുകൊണ്ടാണ് ഇതിനെതിരെ കണ്ണടച്ചത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കണ്ണടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടത്. കേവലം 8 മിനിറ്റ് നേരത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകർ ഏതാണ്ട് 8 കോടി രൂപയാണ് ഇതിൽ നിന്ന് തട്ടിയെടുത്തത്. 1 മിനിറ്റിന് 1 കോടി രൂപ എന്ന രീതിയിലാണ് ഇവർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഈ നൃത്തപരിപാടിയിൽ പങ്കെടുത്ത നർത്തകരിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസായി 3500 രൂപ മുതൽ ചിലരിൽ നിന്നും 5000 രൂപ വരെ ഈടാക്കിയിട്ടുണ്ട് എന്നാണ് പങ്കെടുത്ത നർത്തകർ പറഞ്ഞത്. മാത്രമല്ല ഇവർക്ക് നൃത്ത സമയത്ത് ധരിക്കുവാനുള്ള സാരി കല്യാൺ സിൽക്കിൽ നിന്നും സംഘാടകർ എടുത്തത് 1 വിലയ്ക്കും ഇവർക്ക് കൊടുത്തതാകട്ടെ അതിൻ്റെ 3 ഇരട്ടി വിലയ്ക്കും. അതിൽ തന്നെ കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 8-9 കോടി രൂപയുടെ ഇടപാടുകളാണ്, അഴിമതിയാണ് നടന്നിരിക്കുന്നത്.
ഇത്തരത്തിൽ അഴിമതി നടക്കുമ്പോൾ മറ്റു സുരക്ഷാ സന്നാഹങ്ങളോ സേഫ്റ്റി പ്രോട്ടോക്കോളോ ഒന്നും തന്നെ ഇവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഉമാ തോമസിന്റെ ഗുരുതരമായ വീഴ്ചയിലേക്കും അവർക്ക് ഗുരുതരമായ പരിക്ക് പറ്റുന്ന കാര്യങ്ങളിലേക്കുമെല്ലാം വിഷയങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈ സ്റ്റേജിൽ ക്ഷണിക്കപ്പെടാത്ത നിരവധി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ADGP ശ്രീജിത്ത് അതിൻ്റെ ഉദാഹരണം തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ശബരിമല ഡ്യൂട്ടിയാണുള്ളത്. എന്നാൽ കൊച്ചിയിൽ മറ്റൊരു പരിപാടിയുമായി അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ചില കുട്ടികളുടെ നൃത്ത പരിപാടി നടക്കുന്നുണ്ട്, അവർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയാണ് നൃത്തം കളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ADGP ആ സ്റ്റേജിലേക്ക് എത്തുകയായിരുന്നു. ഇതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർ സ്റ്റേജിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇത്തരം വേദിയിൽ ഇരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഈ സ്റ്റേജിൻ്റെ ഇത്രത്തോളം ദൗർബല്യകരമായ ഒരവസ്ഥ മനസ്സിലാക്കാതെ പോയത്? അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ ആളുകൾ വന്നിട്ടും വരുന്നുണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് GCDയുടെ ഭാഗത്തു നിന്നും സുരക്ഷാ സംവിധാനങ്ങളിൽ ഇത്രയധികം കണ്ണടക്കലുണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള പോലും സ്റ്റേജിലുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ വേദിയിൽ ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ കുറവുണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്, അപ്പോഴും പറയുന്നത്. ഇതിനെല്ലാം ഉപരി എടുത്തു പറയേണ്ട കാര്യം, ഉമാ തോമസ് ഈ സ്റ്റേജിൽ നിന്ന് വീഴുന്ന സമയത്ത് മന്ത്രി സജി ചെറിയാൻ അവിടെ നിന്ന് എത്തി നോക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മന്ത്രി അങ്ങോട്ടേക്ക് വരികയോ ഓടി അടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഓടി താഴെ ഇറങ്ങി രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നതോ ഒന്നും കാണാൻ സാധിച്ചില്ല. ഉമാ തോമസിനെ അവിടെ നിന്ന് ആരൊക്കെയോ വലിച്ചു വാരി, അതും കൃത്യമായ റെസ്ക്യൂ നിർദ്ദേശങ്ങൾ ഇല്ലാത്ത ആളുകൾ, പരിശീലനം കിട്ടാത്ത ആളുകൾ അവർക്ക് തോന്നും പടി വലിച്ചു വാരി ഇവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഹൈബി ഈഡൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി സജി ചെറിയാനും ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. തങ്ങളുടെ ഒരു സഹപ്രവർത്തക, നാട്ടിലെ ഒരു MLA വീണ് അതീവ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടും ഇവർ അവരോടൊപ്പം നിൽക്കാതെ, അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കാതെ ഈ പരിപാടിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ തുടർന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അഥവാ സാംസ്കാരിക കേരളം ഇവരുടെ ഇത്തരം പ്രവൃത്തി കണ്ട് ഞെട്ടിവിറച്ച് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞതും. എന്തായാലും സജി ചെറിയാനും ഹൈബി ഈഡനുമെല്ലാം പിന്നീട് നിരവധി വിശദീകരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഉമാ തോമസ് വീഴുന്ന സമയത്ത് ഇവർ രക്ഷാപ്രവർത്തനവുമായി ഇവർ അങ്ങോട്ടേക്ക് എത്തിയില്ല. വീണ്ടും ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവരുടെ ഭാഗത്തു നിന്നും രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ക്യാമറ കണ്ണുകൾ കൃത്യമായി ഈ വിഷയങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ എവിടെയും സജി ചെറിയാനോ ഹൈബി ഈഡനെയോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതും കൃത്യമായ കാര്യം തന്നെയാണ്. എല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇത്രയും ആളുകളെ കൊല്ലാൻ വേണ്ടിയാണോ സംഘാടകർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടപ്പാക്കിയത് എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഉമാ തോമസും മന്ത്രി സജി ചെറിയാനുമെല്ലാം ഇരുന്ന ആ പ്ലാറ്റ്ഫോമിന് അടിയിൽ തന്നെയാണ് ക്യാമറ സംഘങ്ങൾക്കും മീഡിയകൾക്കും സീറ്റ് ഒരുക്കിയിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ പ്ലാറ്റ്ഫോം തകർന്നിരുന്നെങ്കിൽ ക്യാമറയും മീഡിയ സംഘവും ഒന്നടങ്കം മരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹത തന്നെയാണുള്ളത്. സുരക്ഷാ പ്രോട്ടോകോൾ ഇനിയെങ്കിലും സർക്കാർ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നിരവധി വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഉമാ തോമസിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരായാലും അപകടത്തിൽ ചാടാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറക്കും. ഒരു സുരക്ഷാ പ്രോട്ടോകോൾ നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്തായാലും മൃദംഗവിഷന്റെ MD നികേഷിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും നികേഷ് കുമാറിന് മാത്രമല്ല, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, GCDA ഉദ്യോഗസ്ഥന്മാർ, GCDA ചെയർമാൻ എന്നിവർക്കെതിരെയെല്ലാം നിയമപരമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പൊതുജനം പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.